ലഭിച്ചത് 2017 മോഡൽ ഇന്നോവ കാറാണോ? അതെ അതെ. അതിന്റെ വില എത്രയാണെന്നാ പറയുന്നത്? അത് നിലവിൽ അവർ പറഞ്ഞത് 11.5 ലക്ഷം രൂപയാണ്. MH രജിസ്ട്രേഷനാണ്, സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്, 2017 മോഡലാണ്. അതിന് പകരം ഞാൻ തിരിച്ചു കൊടുത്തത് 2012 ഇന്നോവയാണ്. അതിന് ഏകദേശം ഒരു 5.5-6 ലക്ഷം രൂപ, ഏകദേശം ഒരു 5 ലക്ഷം രൂപയുടെ ഒരു വിഷയമാണ് ഇത്ര വലിയ തരത്തിലേക്ക് ചില ചാനലുകളടക്കം കാര്യങ്ങൾ മനസ്സിലാക്കാതെ 30-35 ലക്ഷം രൂപയുടെ ഇന്നോവ തന്ന് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ആ മോൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ആരും വാർത്തയാക്കിയില്ല. ആ മോന്റെ കൈകൾ അനങ്ങാതെ കൈകൾ ഇപ്പോൾ അനങ്ങുന്നത് ഒരാളും വാർത്തയാക്കിയില്ല. ആളുകൾക്ക് സഹായം കിട്ടിയത് ഒരാളും വാർത്തയാക്കില്ല. പക്ഷേ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും ഒരു തെറ്റും ചെയ്യാത്തൊരു കാര്യം വന്നപ്പോൾ അത് വാർത്തയാക്കാനും അത് പ്രചരിപ്പിക്കാനും അടക്കം ചാരിറ്റിയിലെ ആളുകളും അല്ലെങ്കിൽ ഇത്തരം ആളുകളും അടക്കം. പക്ഷെ ആരെയും കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം ജസ്റ്റ് ഡെലിവേർഡ് എന്നുള്ള ആ ഒരു സ്റ്റിക്കർ നമ്പർ പ്ലേറ്റിന്റെ മുകളിൽ വെക്കുന്നതുകൊണ്ട് സാധാരണക്കാർ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പാവങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അവരെ മനസ്സിൽ ഇത്തരം ഒരു ചിന്തകളോ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ വന്നാൽ അത് നീക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം എന്നുള്ള നിലക്കാണ് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന പ്ലാറ്റ്ഫോമുകളിലൂടെ ഒക്കെ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ, കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ബിനീഷ് കൊടിയേരി അടക്കമുള്ള ആളുകളാണ് ഇത് പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിന്റെ കൃത്യമായ കാര്യങ്ങൾ പോലും മനസ്സിലാകാതെ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഇത്തരം ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ ആ വിഷയങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയപ്പോൾ മനസ്സിലാക്കാതെ പോസ്റ്റ് ചെയ്തത് എന്നുള്ളത് മാനസികമായി വലിയ പ്രയാസം അനുഭവിക്കും. ഒരു കാർ നിങ്ങൾക്ക് തരുന്നുവെന്നും അത് തെറ്റായ സന്ദേശവും അല്ലെങ്കിൽ വിവാദവുമാകുമെന്നും താങ്കൾക്ക് അന്നേരം മനസ്സിലാക്കി? അല്ല, അങ്ങനെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ വാങ്ങില്ലല്ലോ. അവർ പരസ്യമായിട്ട് സുതാര്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു കാരണവശാലും ഈ പണത്തിൽ നിന്ന് ഒരു രൂപ ഉണ്ടെങ്കിൽ എനിക്കത് വാങ്ങാൻ പാടില്ല, ഞാനത് വാങ്ങില്ല. അങ്ങനെ വാങ്ങുകയാണെങ്കിൽ എനിക്ക് കോടികൾ സമ്പാദിക്കാമായിരുന്നു. 10-50 ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ട് 15 ലക്ഷം രൂപ രഹസ്യമായിട്ട് വാങ്ങിക്കൊണ്ടുപോകുന്ന ഒരുപാട് ആളുകളുണ്ട്. കമ്മീഷൻ പറഞ്ഞ് ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ആളുകളുണ്ട്. ആ രൂപത്തിലേക്കൊക്കെ പോകുന്ന ആളുകളുള്ള സമയത്ത് ഇത് സുതാര്യമായിക്കോട്ടെ. ഇനി എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ ഞാനല്ലാതെ ഒരു വണ്ടി അവർ ആരെങ്കിലും രഹസ്യമായി തന്ന് ഞാൻ എൻ്റെ വീട്ടിലോ നാട്ടിലോ ഉപയോഗിക്കുന്ന സമയത്ത് ആളുകൾ പറയില്ലേ അത് കട്ട പൈസയാണ് അല്ലെങ്കിൽ മോശം പൈസയാണ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറും. പക്ഷെ ഇവർ ഈ ബന്ധുക്കൾ തരുമെന്ന് ഉമ്മയുടെ കൈകൾ കൊണ്ട് തരുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ അറിയായിരുന്നെങ്കിൽ ഞാൻ അവിടെ വെച്ചിട്ട് തന്നെ അത് ഞാൻ എതിർക്കുമായിരുന്നു. പക്ഷെ ആ ഉമ്മ അത് തന്നതുകൊണ്ട് എനിക്ക് എതിർക്കാനും പറ്റിയില്ല. ഒരു 10-24 മണിക്കൂറിന് ശേഷം ഞാനത് മനസ്സിലാക്കിക്കൊണ്ട് ഞാനത് എനിക്ക് വേണ്ട എന്ന് റിക്വസ്റ്റ് ചെയ്ത്, എന്നിട്ട് അവർ സമ്മതിച്ചിട്ടുമില്ല. ഞങ്ങൾക്കത് വേണ്ട എന്നുള്ള നിലപാടിലാണ് അവരുള്ളത്. പക്ഷേ ഞാൻ അവരെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഏതെങ്കിലും കമ്മിറ്റി സമാഹരിച്ച തുകയെന്നല്ല എന്ന് പറയുന്നത്. അപ്പൊ ഏതെങ്കിലും കമ്മിറ്റിയോ അതുമായി ബന്ധപ്പെട്ടവരാണോ ഇങ്ങനെ ഒരു സമ്മാനം തന്നത്? അല്ലല്ല, അവരെ കുടുംബത്തിലെ ആളുകള് ഓൾറെഡി ആ കുട്ടിയെ സഹായിച്ചു. അതിനുശേഷം അവരെ അകന്ന ബന്ധുക്കളുണ്ട്, പണക്കാരുണ്ട്, അവരെല്ലാവരും ഉണ്ട്. അവരെന്തെങ്കിലും ഒന്നാമത് നമ്മളെ വണ്ടി പോയി കിടക്കുകയാണല്ലോ, ഈ വണ്ടിയാണല്ലോ മാക്സിമം ഉപയോഗിച്ചത്. അപ്പോൾ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്നേഹം സന്തോഷം കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചു അവർ 10,000-15,000 ഒക്കെ കൂട്ടി ഉണ്ടാക്കിയിട്ട് അത് ഈ ഒരു ഇന്നോവ ക്രിസ്റ്റയിലേക്ക് കൊടുത്ത് എൻ്റെ വണ്ടി തിരിച്ച് 6 ലക്ഷത്തിന് ഒരു വില കിട്ടിയിട്ട് എടുത്തിട്ട് കൈമാറിയ ഒരു കാര്യമാണ്. പക്ഷെ അത് ആ കുട്ടിയുടെ ഉമ്മ കൈകൾ കൊണ്ട് നൽകിയത് കൊണ്ട് അവർക്ക് പൈസ ഉണ്ടായിട്ട് പിന്നെന്തിനാണ് ആളുകളെ മുമ്പിലേക്ക് കൈകൾ നീട്ടുന്നത്? അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ പോരായിരുന്നു, ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നു എന്നുള്ള രൂപത്തിലേക്കാണ് ഇത് ആക്രമിച്ച് വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. താങ്കൾക്ക് അറിയാമായിരുന്നോ ഇന്നോവ ക്രിസ്റ്റയാണ് അവർ തരാൻ പോകുന്നത്? അറിയില്ലായിരുന്നു. ഒരു സ്നേഹ സമ്മാനം എന്ന് പറഞ്ഞിരുന്നു, എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഈ രൂപത്തിലാണെങ്കിൽ ഒരിക്കലും ഞാൻ നിൽക്കില്ല. എന്റെ ഒരു ജീവിതം ഞാൻ തന്നെ നശിപ്പിച്ചു കളയോ ഒരിക്കലും. വേദിയിൽ വെച്ച് തന്നെ പഴയ കാറിന്റെ കീ തിരിച്ചു കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് എടുത്ത തീരുമാനമാണോ? പെട്ടെന്ന് ഈ ബന്ധുവാണ് തന്നത്, ഉമ്മയാണ് തന്നത് എന്നുള്ളത് അപകടം ഞാൻ മനസ്സിലാക്കി. ആ സമയത്ത് തന്നെ 2 വണ്ടിയുടെ ആവശ്യം എനിക്കില്ല. എൻ്റെ വണ്ടി ഞാൻ തിരിച്ചേൽപ്പിക്കുന്നു എന്ന് ഞാൻ അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു.